മന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിൽ അറസ്റ്റിലായ KSU പ്രവർത്തകർ റിമാൻഡിൽ. KSU ജില്ലാ പ്രസിഡന്റ് അതുൽ, അക്ഷയ്, മുബാസ്, യാസിൻ, ബിദുൽ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. മാർച്ച് 12 വരെയാണ് റിമാൻഡ്. അതേസമയം കണ്ണൂർ കോടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. CPIM ആണ് തീയിട്ടതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. വിശദാംശങ്ങളുമായി നിഖിൽ അളവൂരാണ് ചെയ്തത്. നിഖിൽ, ഇന്നലെ വലിയ പ്രതിഷേധങ്ങളൊക്കെയാണ് ഉണ്ടായത്. ഇപ്പോൾ എന്താണ് വിശദാംശങ്ങൾ ലഭിക്കുന്നത്? നിഖിൽ, കേൾക്കാമോ? അഞ്ജലി, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് പോലീസ് സ്റ്റേഷനിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 5 പേരെയും കോടതിയിൽ ഹാജരാക്കിയത്. കണ്ണൂർ കോടതിയിൽ ഹാജരാക്കിയത് 5 പേരെയും മാർച്ച് 12 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ ടൗൺ പോലീസ് ആയിരുന്നു ഇവരെ പ്രതിഷേധ സമയത്ത് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് കണ്ണൂർ കേരള റെയിൽവേ പോലീസിന്റെ കണ്ണൂർ സ്റ്റേഷന് കൈമാറുകയായിരുന്നു. ഏതായാലും 5 പേർക്കെതിരെയും വധശ്രമം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്നും ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ വിവിധ ഇടങ്ങളിൽ കണ്ണൂരിൽ പ്രതിഷേധമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു എന്ന ഒരു വാർത്ത കൂടി വരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. കോടിയേരിയിലെ കോൺഗ്രസ് ഓഫീസിനാണ് തീയിട്ടത്. കല്ലിൽ താഴെയിലെ പാറാൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനാണ് തീയിട്ടത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ അണച്ചു. പിന്നിൽ CPIM ആണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇന്നൊരു പക്ഷേ ഈ കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് KSUവിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ മാർച്ചുകൾ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ശരി, വിവരങ്ങൾ നൽകിയത് നിഖിൽ അളവൂരാണ്.